എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇനി പരീക്ഷകളുടെ കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആകെ കൺഫ്യൂഷനിലാണ്. LDC, ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസ്, LGS, എവിടെ തുടങ്ങണം, ഏത് യൂട്യൂബ് ചാനൽ നോക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വീട്ടമ്മമാരുടെയും ജോലി ചെയ്തുകൊണ്ട് PSC നോക്കുന്നവരുടെ കാര്യം പറയേ വേണ്ട. അവരൊക്കെ ആകെ കിളി പോയ അവസ്ഥയിൽ. അതിൻ്റെ ഇടയ്ക്ക് തളർത്താൻ മാത്രമായിട്ടുള്ള കുറേ നാട്ടുകാരും. കടൽ പോലെയുള്ള ടോപ്പിക്കും ചുരുങ്ങിയ സമയവും PSCയുടെ പുതിയ പരിഷ്കരണങ്ങളും മൂലം പല വിദ്യാർത്ഥികളും ഇപ്പോൾ ഡിപ്രഷൻ്റെ അവസ്ഥയിലാണ്. പുതുതായി PSC പഠിക്കുന്നവരും കാലങ്ങളായി PSC പഠിക്കുന്നവരും എല്ലാം ഈ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ ഡിപ്രഷനെ എങ്ങനെ ഓവർകം ചെയ്ത് ജോലി നേടാമെന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ഇതുവരെ നാം എങ്ങനെ പഠിച്ചു, എന്തു പഠിച്ചു എന്നതിലല്ല കാര്യം. ഇനിയുള്ള സമയം നാം എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് കാര്യം. വരാനിരിക്കുന്ന ദിവസങ്ങൾ അത്രയും പ്രാധാന്യപ്പെട്ടതാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് ടോപ്പിക്ക് കവർ ചെയ്യണം. അതിനായി പല വഴികളും കഥകളിലൂടെയും കോഡുകളിലൂടെയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അതുപോലെ ജോഗ്രഫി, ബയോളജി പോലുള്ള വിഷയങ്ങൾ പ്രകൃതിയുമായി ചേർന്ന് നിന്ന് പഠിക്കാം. ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് നമുക്ക് PSC കിട്ടുന്നതും ആ അഡ്വൈസ് മെമ്മോ നമ്മളുടെ കയ്യിൽ വരുന്നതും നമ്മൾ ജോയിൻ ചെയ്യുന്നതൊക്കെ ഒന്ന് സ്വപ്നം കണ്ടു നോക്കൂ. പിന്നീടുള്ള പഠനത്തിന് കൂടുതൽ ഊർജ്ജം വരുന്നത് കാണാൻ പറ്റും. പഠനം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫാമിലിയും നമ്മുടെ ഹെൽത്തും. അത് മെൻ്റൽ ഹെൽത്ത് ആയാലും ഫിസിക്കൽ ഹെൽത്ത് ആയാലും. പഠനത്തോടൊപ്പം തന്നെ കുറച്ച് സമയം നമ്മുടെ ഫാമിലിക്കും ഹെൽത്തിനും വേണ്ടി മാറ്റി വയ്ക്കണം. കാരണം ഇത് രണ്ടും നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞും വേണ്ടതാണ്. മാത്രവുമല്ല ഫാമിലിക്കും ഹെൽത്തിനും വേണ്ടി നാം സമയം മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്നും പറഞ്ഞ് 24 മണിക്കൂറും ഫാമിലിയുടെ കൂടെ ഇരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് സമയം ഫാമിലിക്ക് വേണ്ടിയും കണ്ടെത്താൻ കഴിയണമെന്നാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിലോട്ട് വരുമ്പോൾ ധാരാളം വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കുന്നതിൽ മാത്രമല്ല കുളിക്കുന്നതിലും കാര്യമുണ്ട്. നമ്മൾ പഠിച്ച് തലയൊക്കെ ഒന്ന് ചൂട് പിടിച്ചിരിക്കുമ്പോൾ ഒന്ന് പോയി കുളിച്ചിട്ട് വന്ന് റിലാക്സ് ആയിട്ടിരുന്ന് പഠിച്ചു നോക്കും. കുറച്ചും കൂടെ ഷാർപ്പായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്നത് കാണാൻ പറ്റും. നമ്മുടെ സ്ട്രെസ്സ് കുറച്ച് മൈൻഡ് റിലാക്സ് ആക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് എക്സസൈസ്. അത് നമുക്ക് ഇഷ്ടമുള്ള എക്സസൈസ് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഇവിടെ പഠിക്കാൻ സമയമില്ല, അപ്പോഴാണ് എക്സസൈസ് ചെയ്യാനൊക്കെ സമയമെന്ന്. എക്സസൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. ഇയർപോഡ്സിൽ വോയിസ് ക്ലാസ് പ്ലേ ചെയ്തോ യൂട്യൂബിൽ വീഡിയോ വെച്ചിട്ട് അത് കേട്ടുകൊണ്ടോ ഒക്കെ നമുക്ക് എക്സസൈസ് ചെയ്യാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെൽഫ് കോൺഫിഡൻസ്. PSC എങ്ങനെ വേണമെങ്കിലും ചോദിച്ചോട്ടേന്നേ, നമ്മൾ ഈ PSC നേടിയിരിക്കും, ഇത് നമുക്കുള്ളതാണ് എന്നുള്ള ആത്മവിശ്വാസം സ്വയം വളർത്തിയെടുക്കുക. ഇതുവരെ ലിസ്റ്റിൽ കയറിയ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ ഉള്ളവരായിരുന്നടേ. അവർക്ക് 24 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ.